എത്ര വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ്. സോ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഇവിടെ ജോലി മാറി, പിന്നെ അതിൻ്റെ തിരക്കും, പിന്നെ ബാംഗ്ലൂർ തിരക്കും, പിന്നെ എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നടന്നു. എന്താണ് ഗസ്റ്റ് ചെയ്യാൻ പറ്റും ഗായ്സ്? ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറി ഞാൻ ഇട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഗസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. എൻ്റെ 6 കൊല്ലത്തെ പ്രണയം വീട്ടുകാർ സമ്മതിച്ചു, അപ്പോൾ അത് ഉറപ്പിച്ചു. അങ്ങനെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോസിൽ ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഇടാൻ പോവാണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ടുഡേയ്സ് പ്ലാൻ ഈസ് ലൈക്ക് ടുഡേ വീക്കെൻഡാണ്. സോ എൻ്റെ ഗേൾ ഫ്രണ്ട് ഇവിടെ തന്നെയുണ്ട്, ബാംഗ്ലൂർ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന് ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്കൊന്ന് കണ്ടുവരാം. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, നമ്മുടെ ബെക്കി. അതെൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൂടുതൽ അറിയാൻ ബെക്കി എന്നുള്ള പേര് ഞാൻ കൊടുത്തതിൻ്റെ കാരണം. സോ അവനൊന്ന് കുട്ടപ്പാക്കണം. കുറേ നാൾ ഞാൻ നാട്ടിൽ പോയിരുന്നപ്പോൾ ബെക്കി ഇവിടെ പൊടി പിടിച്ചിരിക്കുക. സോ അവനൊന്ന് കുട്ടപ്പനാക്കണം, അവനെ കഴുകണം, സെറ്റാക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഔട്ടിങ്ങിന് പോകണം. സെറ്റല്ലേ? ഒരു 3 ആഴ്ച നമ്മൾ നാട്ടിൽ പോയി വന്നപ്പോൾ നമ്മുടെ ബൈക്കിന് കോലം കണ്ട ആകെ വൃത്തികേട്. അങ്ങനെ ബൈക്ക് എടുത്ത് നമ്മൾ പുറത്തിറങ്ങി. നാട്ടിൽ നല്ല വെയിലാച്ചാലും ഇവിടെ അത്ര കുഴപ്പമില്ല, പക്ഷെ എന്നാലും നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സ്ഥലത്തെത്തി, ബൈക്ക് കൊടുത്തു. ഇവിടെ ഒരു പ്രീമിയം ടച്ചല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അവിടുത്തെ ചേട്ടന്മാർ നമ്മുടെ പണി തുടങ്ങി. പിന്നെ ഇവിടുത്തെ എന്താ പ്രത്യേകത വെച്ചാൽ 100 രൂപയ്ക്ക് നമുക്ക് ബൈക്ക് വാഷ് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വയ്യാണ്ടായപ്പോൾ ഞാൻ ഒരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. തൊട്ടടുത്ത് ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. ഇവിടുത്തെ എന്താ പ്രത്യേകത വെച്ചാൽ 29 രൂപയ്ക്ക് നല്ല അടിപൊളി ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടും. അത് വെച്ച് ഞാൻ ഓർഡർ ചെയ്തത് ജിഞ്ചർ ഷുഗർ കെയിൻ ജ്യൂസ് ആയിരുന്നു. ഈ ചൂടത്ത് നല്ല തണുത്ത ജിഞ്ചർ ജ്യൂസ് കുടിക്കാൻ അടിപൊളി ഫീൽ ആട്ടോ. അങ്ങനെ നമ്മുടെ ബൈക്ക് വാഷ് ചെയ്ത് നമ്മൾ പുറത്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ നല്ല 100 രൂപയ്ക്കുള്ള പണികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും കിട്ടുന്ന പണി പോലെ ഒരു ചെറിയ പണി കിട്ടി. നമ്മൾ ബൈക്ക് വാഷ് കൊടുക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്ക് ഒരു ചെറിയ പണി കിട്ടും. കാരണം വെച്ചാൽ എപ്പോഴും ഈ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. കാരണം ആ വാട്ടർ ഉള്ളിൽ പോയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സംഭവം ഒരു 15 മിനിറ്റ് ഇപ്പോൾ റെഡിയായി. അങ്ങനെ നേരെ എൻ്റെ ഗേൾ ഫ്രണ്ട് എടുക്കാൻ പോയി. സോ ഞാൻ കുറച്ച് ലേറ്റായി, അവളെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനും പിന്നെ മൂവി കാണാനും പിന്നെ കുറച്ച് കറങ്ങാനൊക്കെ വിചാരിച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും കേൾക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും കേട്ടില്ല. അവൾ നന്നായിട്ട് സന്തോഷിച്ച് വന്നു. ഞങ്ങൾ മിക്ക വീക്കെൻഡ്സ് ലൈക്ക് ബാംഗ്ലൂരിലുള്ളപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. ലൈക്ക് ഞങ്ങൾ കറങ്ങാൻ പോകാനൊക്കെ ചെയ്യാറുണ്ട്. സോ ലൈക്ക് ദാറ്റ്സ് എ പീസ് ഓഫ് ടൈം. പക്ഷേ ഇതാ ഞങ്ങളുടെ ആദ്യത്തെ വീക്കെൻഡാണ് ആഫ്റ്റർ ഉറപ്പിക്കൽ കഴിഞ്ഞിട്ട്. സോ ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ തിരിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ വീക്കെൻഡാണിത്. എൻ്റെ പൊന്നോ നല്ല തിരക്കായിരുന്നു കേട്ടോ. ബാംഗ്ലൂർ പിന്നെ പറയണ്ടായിരുന്നു, നല്ല ട്രാഫിക്കാവും. അങ്ങനെ ഞങ്ങൾ മലഫേഷി എത്തി. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാളിനുള്ളിൽ കയറി. മാളിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്നു. നല്ല അടിപൊളി സംഭവമൊക്കെ ആയിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 7:15 സോ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാളൊന്ന് കറങ്ങി അടിച്ച് നടക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നടന്നിരിക്കുമ്പോൾ നമ്മുടെ മെയിൻ അട്രാക്ഷനാണ്. ഞങ്ങൾ എപ്പോഴും മാളിൽ വന്നാലും ഞങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റ് കയറും. അങ്ങനെ ഈ മാളിൽ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഞങ്ങൾ വട്ടം കറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു ബാസ്കിൻ റോബിൻസിൻ്റെ ചെറിയൊരു ഐസ്ക്രീം കണ്ട. അപ്പം നമ്മൾ വിചാരിച്ചു അതിന് പൈസ കുറവാകുന്നു. പക്ഷേ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ നല്ല കത്തി റേറ്റ് അതിനും. സോ അവിടെ വെച്ച് തിരിച്ചു പോന്നു. സോ അതിൻ്റെ പ്രൈസ് വെച്ചാൽ 124 രൂപയാണ് ചെറിയൊരു ഐസ്ക്രീമിന്. സോ അത് നമ്മളവിടെ വെച്ചിട്ട് നമ്മളത് വേണ്ട വെച്ച് അങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ ചെറിയ ജ്യൂസൊക്കെ കുടിക്കാൻ വിചാരിച്ചു. സോ അവിടെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ നീരു അവിടെ ജ്യൂസൊക്കെ തപ്പി. ഒരു കോൾഡ് കോഫിയും എടുത്തു. ഞാനും ഒരു ഷേക്കും എടുത്തു. പിന്നെ ഞങ്ങളവിടെ നോക്കി നടന്നു. അങ്ങനെ ആൾക്കാരൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ. പിന്നെ അവളെടുത്തത് കോൾഡ് കോഫി അല്ലായിരുന്നു, എൻ്റെ തെറ്റായിരുന്നു. അവളെടുത്തത് മിൽക്ക് ഷേക്കായിരുന്നു. പിന്നെ നമ്മുടെ നീരുവിന് പ്രത്യേക ഒരു സംഭവമാണ്. എവിടെ പോയാലും അവൾക്ക് ടിഫിൻ ബോക്സിൻ്റെ ഒരു പ്രാന്താണ്. ടിഫിൻ ബോക്സ് കണ്ടാൽ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അത് നോക്കിക്കൊണ്ടിരിക്കും. സോ ഒരു ടിഫിൻ ബോക്സിൻ്റെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ട് അതിൻ്റെ ബോധം പോയിരിക്കുകയെന്ന് അവൾ. പിന്നെ അതവിടെ വെച്ചിട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സിനിമ തിയേറ്ററിലെത്തി. ഐനോക്സിലാണ് കേട്ടോ. ഐനോക്സ് മെഗാപ്ലെക്സിൻ്റെയാണ്. സോ അടിപൊളി ഫീൽ ആയിരുന്നു കേട്ടോ. ഐനോക്സ് പറയുമ്പോൾ ഒരു ലക്ഷറി ഫീൽ ആയിരുന്നു ഐനോക്സ്. ബട്ട് എത്രയൊക്കെ ലക്ഷറി ആയാലും റെസ്റ്റ് റൂമിൽ പ്രൈവസി ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് മുടിയൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ 3 പേര് നോക്കിയൊക്കെയായിരുന്നു. എന്താ ചെയ്യാല്ലേ ഗൈസ്. ഞാൻ ഈ 3 പേര് കാണിച്ചു തരാം. എനിക്ക് ഒരാൾ മനസ്സിലായി, അമീർ ഖാനായിരുന്നു. ബാക്കി ആരും മനസ്സിലായില്ല. നിങ്ങൾക്ക് അറിയാച്ച കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നമ്മുടെ സിനിമയ്ക്ക് കയറി. ഏത് സിനിമ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഗൈസ്? സംഭവം നമ്മുടെ ലാലേട്ടൻ്റെ പടം, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ പടം തുടരും. നമ്മുടെ ലാലേട്ടൻ്റെ കംബാക്ക് നമ്മൾ എത്ര കാലമായിട്ട് കാത്തിരിക്കാനായിരുന്നില്ല. അത് ഐ വാണ്ട് ടു ഫീൽ ദാറ്റ്. സോ ഞങ്ങളവിടെ കയറിയിരുന്നു. നല്ല ലക്ഷറി ഫീൽ ആയിരുന്നു. അങ്ങനെ കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ സിനിമ തുടങ്ങി. അങ്ങനെ ലാലേട്ടനെ കണ്ടു. ലാലേട്ടൻ അവൻ്റെ മോനെ എന്ത് സ്ക്രീൻ പ്രസൻസ്, അവൻ്റെ മോനെ എന്ത് ഫിലിമാണോ. ലൈക്ക്
ഫിലിം വെച്ചാൽ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഫിലിം. അങ്ങനെ ആ സിനിമ ഒക്കെ കണ്ട് ഇറങ്ങി, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, അവിടെ കറങ്ങി ഒന്നുകൂടിയും. സോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊണ്ടാക്കി അവരെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്